മന്നവൻ കാട്ടിലെ രാജാവായിരുന്നു സിംഹരാജൻ. സിംഹരാജന് എല്ലാ മൃഗങ്ങളെയും ഒരുപോലെ ഇഷ്ടമായിരുന്നു. പക്ഷേ നിയമം തെറ്റിക്കുന്നവരെ ശിക്ഷിക്കും. മിട്ടു എന്നൊരു മാൻകുട്ടിയായിരുന്നു ആ കാട്ടിലെ ഏറ്റവും വലിയ വികൃതി. മിട്ടുവിന് കാട്ടിലെ നിയമങ്ങൾ അനുസരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. കാട്ടിൽ ഒരു കുളത്തിനരികിൽ നിറയെ കായ്ക്കുന്ന ഒരു ആപ്പിൾ മരമുണ്ടായിരുന്നു. അതുകൊണ്ട് മിട്ടുവിന് എപ്പോഴും ആ കുളത്തിനരികിൽ കളിച്ചു നടക്കാനായിരുന്നു ഇഷ്ടം. ഒരിക്കൽ ഒരു വേനലിൽ ഒട്ടും മഴ കിട്ടാതെ കാട്ടിലെ മരങ്ങളെല്ലാം കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. കുളങ്ങൾ വറ്റി. കാട്ടിലെ പക്ഷികളും മൃഗങ്ങളും സങ്കടത്തിലായി. ഒടുവിൽ ആ ആപ്പിൾ മരവും കരിയാൻ തുടങ്ങി. ഒരു മഴയ്ക്കു വേണ്ടി എല്ലാവരും കൊതിച്ചു. പെട്ടെന്നൊരു ദിവസം ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി. ഇടിമിന്നലോടുകൂടി മഴ പെയ്യാൻ തുടങ്ങി. ആ പെരുമഴയിൽ കാട്ടിലെ കുളങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. സിംഹരാജനും മിട്ടുവും കാട്ടിലെ മറ്റെല്ലാ മൃഗങ്ങളും പെരുമഴയത്ത് പാട്ടുപാടി നൃത്തം ചെയ്തു. അമ്പമ്പോ മഴ വന്നേ കുഞ്ഞിക്കുളിർ മഴ പെരുമഴ, അയ്യയ്യാ കന്നിമഴ, വായോ വായോ മഴ നനയാം. കാട്ടിൽ വീണ്ടും ചെടികൾ മുളച്ചു, പൂക്കൾ വിരിഞ്ഞു, മരങ്ങൾ തളിർത്തു കായ്ച്ചു. പക്ഷേ ആപ്പിൾ മരത്തിൽ ഒരൊറ്റ ആപ്പിൾ മാത്രമേ ഉണ്ടായുള്ളൂ. ആ ആപ്പിൾ നല്ല ചുവന്ന നിറമുള്ളതും വളരെ വലിപ്പമുള്ളതുമായിരുന്നു. ഈ ആപ്പിൾ ആർക്കുള്ളതാണ്? ആരാണത് പറിക്കുക? മൃഗങ്ങൾക്കിടയിൽ തർക്കം തുടങ്ങി. തർക്കത്തിന് പരിഹാരം കാണാനായി സിംഹരാജൻ അവിടേക്ക് എത്തി. സിംഹരാജൻ പറഞ്ഞു, സമാധാനമായിരിക്കൂ, ഇനി തർക്കം വേണ്ട. നാളെ ഞാൻ തന്നെ ആപ്പിൾ പറിച്ചെടുത്ത് എല്ലാവർക്കുമായി വീതിച്ചു തരുന്നതാണ്. മൃഗങ്ങൾക്ക് സമാധാനമായി. പക്ഷേ ആ ആപ്പിളിൽ നിന്ന് വലിയൊരു കഷ്ണം തനിക്ക് മാത്രമായി എങ്ങനെ കിട്ടുമെന്നായി വികൃതിയായ മിട്ടുവിൻ്റെ ചിന്ത. അന്ന് രാത്രിയായപ്പോൾ മിട്ടു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലെത്തി. ആപ്പിൾ കണ്ടപ്പോൾ മിട്ടുവിൻ്റെ വായിൽ വെള്ളമൂറി. അവന് കൊതിയടക്കാൻ കഴിഞ്ഞില്ല. ആരും കാണാതെ മിട്ടു ആ ആപ്പിൾ പറിച്ചെടുത്ത് മുഴുവനും കഴിച്ചു തീർത്തു. അടുത്ത ദിവസം രാവിലെ സിംഹരാജൻ വന്നപ്പോൾ ആപ്പിൾ കാണാനില്ല. സിംഹരാജൻ ചോദിച്ചു, ആപ്പിൾ എവിടെ? സത്യം പറയണം. സത്യം പറയുന്നവരെ ശിക്ഷിക്കില്ല. അപ്പോൾ ചില കുരങ്ങന്മാർ പറഞ്ഞു, മാൻകുട്ടിയെ പോലെ തോന്നിക്കുന്ന ഒരാൾ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടതാണ്. സിംഹരാജൻ മിട്ടുവിനോട് ചോദിച്ചു, മിട്ടു, നീയാണോ ആപ്പിൾ എടുത്തത്? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ചിലപ്പോൾ കാക്ക കൊത്തിക്കൊണ്ടുപോയതായിരിക്കും. അവൻ നുണ പറഞ്ഞു. സിംഹരാജൻ മിണ്ടാതെ നിന്നു. എന്നിട്ട് ഒരു തന്ത്രം പ്രയോഗിച്ചു. ഞാൻ മന്ത്രവാദിയായ കിങ്ങിണിപ്പൂച്ചയെ വിളിക്കാം. മന്ത്രങ്ങൾ ചൊല്ലി കള്ളം പറയുന്നത് ആരാണെന്ന് കിങ്ങിണിപ്പൂച്ച കണ്ടുപിടിക്കട്ടെ. കിങ്ങിണിപ്പൂച്ച വന്നാൽ എത്ര വലിയ കള്ളങ്ങളും കണ്ടുപിടിക്കുമെന്ന് മിട്ടുവിനറിയാം. താൻ കള്ളം പറഞ്ഞത് കിങ്ങിണിപ്പൂച്ച കണ്ടുപിടിക്കുമെന്ന് മിട്ടുമാൻ പേടിച്ചു. മിട്ടു കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് സിംഹരാജന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. ക്ഷമിക്കണം സിംഹരാജൻ, ഞാൻ കള്ളം പറഞ്ഞു. ഞാനാണ് ആപ്പിൾ എടുത്തത്. എനിക്ക് ആർത്തി തോന്നി കഴിച്ചു പോയതാണ്. നിഷ്കളങ്കമായ ആ കുറ്റസമ്മതം കേട്ട് സിംഹരാജൻ അവനെ ചേർത്തു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മിട്ടു, സത്യം മാത്രമേ പറയാവൂ. നുണ പറയുന്നതിനേക്കാൾ വലിയ തെറ്റ് വേറൊന്നില്ല. ഇനിമേൽ സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. മിട്ടുമാൻ ആ ദിവസം ഒരു പാഠം പഠിച്ചു. ഇനി ഒരിക്കലും കള്ളം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ലെന്ന് അവൻ തീരുമാനിച്ചു. വീണ്ടും കൂട്ടുകാർക്കൊപ്പം തുള്ളിച്ചാടിയും ഓടിയും കാട്ടിനുള്ളിൽ കളിച്ച് രസിച്ച് നടന്നു. മിട്ടുവാണു ഞാൻ, മിടുക്കനാണു ഞാൻ, മന്നവൻ കാട്ടിലെ മാനാണു ഞാൻ, കുഞ്ഞുമാനാണു ഞാൻ.
മിട്ടുമാൻ ഇപ്പോഴും വികൃതിയായി കാട്ടിൽ കളിച്ചു നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രാത്രിയിൽ പുറത്തിറങ്ങി നടക്കാൻ മിട്ടുവിന് പേടിയാണ്. ആപ്പിൾ മരത്തിന്റെ അരികിൽ നിന്നും മാറി ഇപ്പോൾ വലിയൊരു പേരാൽ മരത്തിന്റെ ചുവട്ടിലാണ് മിട്ടുവിന്റെ താമസം. ആ പേരാൽ മരത്തിന്റെ മുകളിലെ ഒരു പൊത്തിലായിരുന്നു താതു എന്നു പേരുള്ള ഒരു വയസ്സൻ മൂങ്ങ താമസിച്ചിരുന്നത്. ഇരുട്ടിലും താതുവിനെല്ലാം നന്നായി കാണാമായിരുന്നു. പകൽ മുഴുവൻ കാട്ടിലൂടെ ഓടി നടന്ന് കളിക്കുന്ന മിട്ടുവിന് സൂര്യൻ അസ്തമിച്ച് കാട്ടിൽ ഇരുട്ടാകുമ്പോൾ വലിയ പേടിയാകും. മരങ്ങളുടെ നിഴലുകൾ കാണുമ്പോൾ പേടിച്ചവൻ കണ്ണുകൾ പൊത്തിക്കിടക്കും. രാത്രിയിൽ കണ്ണു കാണാൻ കഴിയുന്ന താതു മുകളിലെ പൊത്തിൽ ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടാവും. അതാണ് മിട്ടുവിന്റെ ധൈര്യം. ഒരു വൈകുന്നേരം കാട്ടിലെ കിളികൾ ഒരു അത്ഭുത വാർത്ത വിളിച്ചു പറഞ്ഞു. കൂട്ടരെ, ഇന്ന് രാത്രി കാട്ടിൽ നിലാപ്പൂവ് വിരിയും. നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന ആ അത്ഭുത പൂവ് കാടിന്റെ നടുവിലുള്ള വലിയൊരു പാറപ്പുറത്താണ് വിരിയുന്നത്. നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന ആ പൂവ് കാണുന്നവർക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനുമുള്ള ഒരു മാന്ത്രിക ശക്തി കിട്ടും. അതറിഞ്ഞപ്പോൾ മിട്ടുവിന് ആ പൂവ് കാണാൻ വലിയ കൊതിയായി. പക്ഷേ രാത്രി ഇരുട്ടത്ത് പോകാൻ അവന് പേടിയായിരുന്നു. അവൻ മരത്തിന് മുകളിലേക്ക് നോക്കി താതുവിനോട് ചോദിച്ചു, താതുവിന് രാത്രിയിൽ നല്ലതുപോലെ കണ്ണ് കാണാമല്ലോ. എന്നെയും ആ മാന്ത്രിക പൂവ് കാണാൻ കൂട്ടാമോ? എനിക്ക് രാത്രി ഒറ്റയ്ക്ക് പോകാൻ പേടിയാവും. മിട്ടു, നീ പേടിക്കേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം, താതു സ്നേഹത്തോടെ പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ അവർ യാത്ര തുടങ്ങി. ആകാശത്ത് നല്ല ഭംഗിയുള്ള വെളുത്ത ചന്ദ്രൻ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് കാട്ടിൽ കനത്ത മൂടൽമഞ്ഞ് വന്നത്. ചന്ദ്രന്റെ വെളിച്ചം പോലും മാഞ്ഞുപോയി. മരങ്ങളുടെ നിഴലുകൾ വലിയ ഭൂതങ്ങളെ പോലെ മിട്ടുവിന് തോന്നി. കാറ്റു വീശിയപ്പോൾ ഇലകൾ അനങ്ങുന്ന ശബ്ദം കേട്ട് മിട്ടു പേടിച്ചു വിറച്ചു. അവൻ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാതെ നിലത്തിരുന്ന് കണ്ണുകൾ പൊത്തി കരയാൻ തുടങ്ങി. എനിക്ക് പേടിയാകുന്നു, ആ നിഴലുകൾ എന്നെ പിടിക്കാൻ വരുന്നു, എനിക്ക് പേടിയാവുന്നു. താതു പറന്ന് നിലത്തിറങ്ങി. മിട്ടു, കണ്ണുകൾ തുറക്കൂ, താതു സ്നേഹത്തോടെ പറഞ്ഞു. ആ നിഴലുകളിലേക്ക് നോക്കൂ, അവ നിന്നെ ഉപദ്രവിക്കില്ല. വെളിച്ചമുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന വെറും നിഴലുകളാണവ. നിന്റെ ഉള്ളിലെ പേടിയാണ് അവയെ വലുതാക്കി കാണിക്കുന്നത്. ധൈര്യമായിരിക്കൂ, ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. താതുവിന്റെ നല്ല വാക്കുകൾ മിട്ടുവിന് ധൈര്യം നൽകി. താതു പറഞ്ഞത് ശരിയായിരുന്നു. അവ വെറും മരങ്ങളുടെ നിഴലുകൾ മാത്രമായിരുന്നു. അവർ പൂവിരിയുന്ന പാറയുടെ അടുത്തെത്താറായപ്പോൾ പാറയുടെ മുകളിൽ നീല വെളിച്ചം തിളങ്ങുന്നത് കണ്ടു. മാന്ത്രികപ്പൂവ് വിരിയാൻ തുടങ്ങിയിരിക്കുന്നു. മിട്ടു, വേഗം നടക്കൂ, സമയം പോകുന്നു, താതു ഓർമ്മിപ്പിച്ചു. പെട്ടെന്നാണ് വഴിയരികിലെ ഒരു വലിയ കുഴിയിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടത്. താതു തൻ്റെ വലിയ കണ്ണുകൾ കൊണ്ട് ആ കുഴിയിലേക്ക് നോക്കി. അവിടെ ഒരു കൊച്ചു മുയൽക്കുഞ്ഞ് വീണ് കിടക്കുന്നു. അതിന്റെ കാലിന് പരിക്കേറ്റിരുന്നു. അതിന് മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ലായിരുന്നു. മിട്ടു പറഞ്ഞു, താതു, പൂവ് വിരിയാൻ ഇനി കുറച്ചു സമയമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ പോയില്ലെങ്കിൽ ആ പൂവ് കാണാൻ കഴിയില്ല. പക്ഷേ നമ്മൾ പോയാൽ ഈ പാവ മുയൽക്കുഞ്ഞ് രാത്രി മുഴുവൻ ഇവിടെ കിടന്ന് കരയില്ലേ? വന്യമൃഗങ്ങൾ ഇതിനെ പിടികൂടാനും സാധ്യതയുണ്ട്. നമ്മൾ എന്തു ചെയ്യും? മിട്ടുവും താതുവും എന്ത് ചെയ്യണമെന്നറിയാതെ
കുഴങ്ങി. മിട്ടു ആ പാവം മുയൽക്കുഞ്ഞിന്റെ കരയുന്ന മുഖത്തേക്ക് നോക്കി. മാന്ത്രിക പൂവ് കാണാനുള്ള തന്റെ ആഗ്രഹത്തേക്കാൾ ആ മുയൽക്കുഞ്ഞിന്റെ ജീവനാണ് വിലപ്പെട്ടതെന്ന് മിട്ടുവിന് തോന്നി. പൂവ് കണ്ടില്ലെങ്കിലും വേണ്ടില്ല താതു, നമുക്ക് ഇവനെ രക്ഷിക്കാം, മിട്ടു ഉറപ്പിച്ചു പറഞ്ഞു. മിട്ടു കുഴിയുടെ വക്കിലിരുന്ന് ഒരു ചെറിയ മരക്കൊമ്പ് താഴേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുമുയലേ, ഈ മരക്കൊമ്പിൽ പിടിച്ചോളൂ. മുയൽക്കുഞ്ഞ് ആ മരക്കൊമ്പിൽ കടന്നു പിടിച്ചു. മിട്ടു ആ മരക്കൊമ്പ് ഒരൊറ്റ വലി. മുയൽക്കുഞ്ഞ് കുഴിക്ക് പുറത്തെത്തി. താതുവിനും മിട്ടുവിനും സന്തോഷമായി. നിങ്ങൾക്ക് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞ് ആ മുയൽക്കുഞ്ഞ് സന്തോഷത്തോടെ കാട്ടിലേക്ക് ഓടിപ്പോയി. മുയൽക്കുഞ്ഞിനെ രക്ഷിച്ചപ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു. ദൂരെ പാറപ്പുറത്തെ നീല വെളിച്ചം അണഞ്ഞു പോയിരുന്നു. പൂവ് വിരിഞ്ഞ് കൊഴിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കിയ മിട്ടുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. മിട്ടുവിന്റെ സങ്കടം കണ്ടപ്പോൾ താതുവിനും കരച്ചിൽ വന്നു. എന്നാൽ പെട്ടെന്നാണ് ആ അത്ഭുതം സംഭവിച്ചത്. അവർ നിന്നിരുന്ന സ്ഥലമാകെ ഒരു നല്ല സ്വർണ്ണ വെളിച്ചം വന്നു. ഒരു മാന്ത്രിക പൂവ് ഇതാ അവരുടെ തൊട്ടു മുന്നിൽ തെളിഞ്ഞു വന്നു. അതിൽ നിന്നുള്ള വെളിച്ചം മിട്ടുവിന്റെയും താതുവിന്റെയും മേൽ പതിച്ചു. അന്തരീക്ഷത്തിൽ ഒരു നല്ല ശബ്ദം കേട്ടു. പ്രിയപ്പെട്ട മിട്ടു, താതു, നിങ്ങൾ മാന്ത്രിക പൂവ് തേടിയാണ് വന്നതെങ്കിലും ആ ആഗ്രഹം മാറ്റിവെച്ച് മറ്റൊരാളെ സഹായിക്കാനുള്ള നന്മ നിങ്ങൾ കാണിച്ചു. മറ്റുള്ളവരുടെ സങ്കടത്തിന് വില കൽപ്പിക്കുന്ന ആ നന്മയാണ് യഥാർത്ഥ മാന്ത്രികത. നിങ്ങളുടെ മനസ്സ് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എന്നും നല്ലതേ വരൂ. ആ നിമിഷം മിട്ടുവിന് വലിയൊരു മാറ്റം തോന്നി. അവന്റെ ഉള്ളിലെ പേടി പൂർണ്ണമായി മാറി. അതിലുപരി കൂരിരുട്ടിലും പകൽ പോലെ വ്യക്തമായി കാണാൻ കഴിയുന്ന മാന്ത്രിക കണ്ണുകൾ അവന് കിട്ടി. താതുമൂങ്ങയ്ക്ക് പ്രായത്തിന്റെ തളർച്ച എല്ലാം മാറി നല്ല കരുത്തുള്ള പുതിയ ചിറകുകൾ കിട്ടി. അന്നു തൊട്ട് മന്നവൻ കാട്ടിലെ മൃഗങ്ങൾ ഒരു പുതിയ കാഴ്ച കണ്ടു. രാത്രികാലങ്ങളിൽ കാട്ടിൽ വഴിയറിയാതെ പോകുന്നവർക്കും അപകടത്തിൽപ്പെടുന്നവർക്കും വഴികാട്ടാൻ വലിയ കണ്ണുകളുള്ള താതുമൂങ്ങയും ഒപ്പം ധൈര്യശാലിയായ മിട്ടുമാനും എപ്പോഴും കൂട്ടുണ്ടായിരുന്നു. ഇന്നൊരു മന്ത്രവാദിനിയുടെ കഥയാണ് കേട്ടോ. ആരെങ്കിലും തമാശ കാണിച്ചാലോ ശബ്ദമുണ്ടാക്കിയാലോ ഉടനെ ദേഷ്യം വരുന്ന മോഗ എന്ന മന്ത്രവാദിനിയുടെ കഥയാണ്. മോഗയ്ക്ക് ഒരുപാട് മന്ത്രതന്ത്രങ്ങൾ അറിയാമായിരുന്നു. അവളുടെ കയ്യിലെ മന്ത്രവടി വീശി മന്ത്രങ്ങൾ പറഞ്ഞ് എന്തും സൃഷ്ടിക്കാനും നശിപ്പിക്കാനും അവൾക്ക് കഴിയും. ഒരിക്കൽ മോഗ അവൾക്ക് താമസിക്കാൻ സുന്ദരമായൊരു സ്ഥലം കണ്ടെത്താൻ ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും കാട്ടിലൂടെയും എല്ലാം അദൃശ്യയായി സഞ്ചരിച്ചു. ഒടുവിൽ ഒരു വലിയ കാടിന്റെ അരികിലായി അവൾ ഒരു സ്ഥലം കണ്ടെത്തി. ഉടനെ തന്നെ മോഗ മന്ത്രവടി വീശിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഡിങ്കിരി ഡിങ്കിരി ഡം ഡം ഡം, കല്ലും മണ്ണും ഓടിക്കോ, മരവും തടിയും ചാടിക്കോ, വീടൊന്നിവിടെ പൊങ്ങിക്കോ. ആ മന്ത്രം പറഞ്ഞു തീർന്നതും മനോഹരമായൊരു വീട് അവിടെ ഉയർന്നു വന്നു. അവൾ പിന്നെയും പിന്നെയും മന്ത്രങ്ങൾ പറഞ്ഞ് ആ വീടിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി അവിടെ താമസമായി. മോഗയുടെ വീടിനരികിലൂടെ ഒരു വഴിയുണ്ട്. ആ കാട്ടുവഴിയിലൂടെ നടന്നാണ് അയൽ ഗ്രാമത്തിലെ ആളുകൾ വിറകു ശേഖരിക്കാൻ കാട്ടിൽ പോകുന്നത്. മോഗയെ പേടിച്ച് ഒച്ചയുണ്ടാക്കാതെ പതുങ്ങിയാണ് അവർ നടന്നിരുന്നത്.
മൂകയ്ക്ക് ദേഷ്യം വന്നാൽ അവൾ അവരെ ശപിച്ച് കല്ലാക്കി മാറ്റിക്കളയും എന്നാണ് അവരുടെ പേടി. അവളുടെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന 2 കൽപ്രതിമകൾ ഒരിക്കൽ അവൾ ശപിച്ച് കല്ലാക്കി മാറ്റിയ മനുഷ്യരാവും എന്നാണ് ഗ്രാമത്തിലെ ആളുകൾ പറയുന്നത്. മൂകയുടെ വീടിനടുത്തുള്ള കാട്ടിൽ കുറെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുസൃതി കുടുക്കയായ മിക്കു കുരങ്ങനും ബുദ്ധിമാനായ പമ്മനാനയും നീളൻ കഴുത്തുള്ള ഹൂഹു ജിറാഫും ചോപ്പൻ അണ്ണാറക്കണ്ണനും പിന്നെ ഓടിച്ചാടി നടക്കുന്ന പാവം മുയൽക്കുട്ടികളും സുന്ദരി കൊക്കും പച്ചൂസു തത്തയും അങ്ങനെ കുറച്ച് പാവ മൃഗങ്ങളും പിന്നെ കുറേ പക്ഷികളും. ഒരു ദിവസം മിക്കു കുരങ്ങൻ ചാടി കളിക്കുമ്പോൾ മൂകയുടെ വീടിന് മുകളിലിരുന്ന ഒരു പൂച്ചട്ടി അബദ്ധത്തിൽ തട്ടി താഴെയിട്ടു. ഇത് കണ്ട മൂകയ്ക്ക് നല്ല ദേഷ്യം വന്നു. അവൾ അലറി വിളിച്ചു, എന്നെ ശല്യപ്പെടുത്തുന്നോ? അത്രയ്ക്കായോ അഹങ്കാരം? ഇനി മുതൽ ഈ കാട്ടിലെ ഒരു മൃഗത്തിനും ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല, നോക്കിക്കോ. അവൾ വേഗം തന്റെ മന്ത്രവടി വീശി മന്ത്രങ്ങൾ പറഞ്ഞു. ആകാശം അങ്ങനെ പുകയട്ടെ, അണ്ണാൻ കുഞ്ഞെ മിണ്ടാതെ, കാറ്റേ നീയും മിണ്ടാതെ, നാവിന് മുകളിൽ താഴെട്ടാട്ടെ. പെട്ടെന്ന് കാട് നിശബ്ദമായി. പക്ഷികൾക്ക് പാടാൻ കഴിഞ്ഞില്ല, മൃഗങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. കാട് ആകെ സങ്കടത്തിലായി. മൂകയ്ക്ക് മൃഗങ്ങളുടെ ദുഃഖത്തിൽ സന്തോഷം തോന്നി. ആ സന്തോഷത്തിൽ അവൾ മന്ത്രപാട്ടുകളുമായി നൃത്തം ചെയ്തു. കരച്ചിൽ മാറ്റേണ്ട, ചിരിക്കേണ്ട, മുത്തു പല്ലുകൾ കാട്ടേണ്ട, ഓടേണ്ട, ചാടേണ്ട, പറക്കേണ്ട, പോ 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 ദൂരെ. മൃഗങ്ങൾ മൂകയുടെ വീടിനടുത്ത് ചെന്ന് അവളുടെ ദയയ്ക്ക് കാത്തു നിന്നു. അവൾ അവരെ തിരിഞ്ഞു പോലും നോക്കിയില്ല. പാവമൃഗങ്ങൾ മിണ്ടാനാവാതെ പരസ്പരം നോക്കി നിന്നു. മൂക ഒട്ടും കരുണയില്ലാത്തവളാണെന്ന് കാട്ടിലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനസ്സിലായി. അവർ മൂകയുടെ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു പോംവഴി കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പ്രാവ് അതിവേഗത്തിൽ പറന്നു വന്നത്. ഗ്രാമത്തിലെ വയലുകളിൽ നെന്മണികൾ കൊത്തി തിന്നാൻ ദിവസങ്ങൾക്ക് മുൻപേ പുറപ്പെട്ട സഞ്ചാരിപ്രാവായിരുന്നു അത്. കാട്ടിൽ അസാധാരണമായ എന്തോ സംഭവിച്ചുവെന്ന് ഗ്രാമത്തിലെ ആളുകൾ പറയുന്നത് കേട്ട് നെന്മണികൾ അവിടെ ഉപേക്ഷിച്ച് നാടുചുറ്റൽ നിർത്തി അവൾ വേഗം കാട്ടിലേക്ക് പറന്നെത്തിയതാണ്. മൂകയുടെ ശാപമന്ത്രമേൽക്കാത്ത കാട്ടിലെ ഏക ജീവി സഞ്ചാരിപ്രാവായിരുന്നു. സഞ്ചാരിപ്രാവിനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പമ്മനാന തന്റെ തുമ്പിക്കൈ മൂകയുടെ വീട്ടിലേക്ക് ചൂണ്ടി ചില ആംഗ്യങ്ങൾ കാണിച്ചു. സഞ്ചാരിപ്രാവിന് പമ്മൻ പറഞ്ഞ കാര്യം ഏറെക്കുറെ പിടികിട്ടി. മൂകയുടെ മന്ത്രവിദ്യകൾക്ക് മറുവിദ്യ അറിയുന്ന ആൾ മന്നവൻകാട്ടിലെ കിങ്ങിണിപ്പൂച്ചയാണെന്നാണ് പമ്മൻ പറഞ്ഞത്. അത് മനസ്സിലാക്കിക്കൊണ്ട് സഞ്ചാരിപ്രാവ് ഒച്ച താഴ്ത്തി പറഞ്ഞു, കൂട്ടുകാരെ, ഞാൻ മന്നവൻകാട്ടിലേക്ക് പോയി മന്ത്രവാദിയായ കിങ്ങിണിപ്പൂച്ചയെ കാണാം. നിങ്ങൾ വിഷമിക്കാതെ സന്തോഷത്തോടെ ഇരിക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് സഞ്ചാരിപ്രാവ് മൂക കാണാതെ പതിയെ മന്നവൻകാട് ലക്ഷ്യമാക്കി പറന്നു. മന്നവൻകാട്ടിലെത്തി മന്ത്രവാദിയായ കിങ്ങിണിപ്പൂച്ചയെ കണ്ട് സഞ്ചാരിപ്രാവ് മൂകയുടെ ക്രൂരതകളെക്കുറിച്ച് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് കിങ്ങിണിപ്പൂച്ച ഒരു ചെറിയ സഞ്ചിയിൽ കുറച്ച് വിത്തുകൾ നൽകി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, ഇതൊരു മാന്ത്രിക വിത്താണ്. ഈ വിത്ത് മൂകയുടെ വീടിന്റെ അതിർത്തിയിൽ വിതറി മുളപ്പിക്കുക. വിത്തുകൾ മുള പൊട്ടിയാലുടൻ തന്നെ മൂകയുടെ
ദുർമന്ത്രങ്ങളിൽ നിന്നും കാടും കാട്ടിലെ പക്ഷിമൃഗാദികളും രക്ഷപ്പെടും. വേഗം പറന്നുകൊള്ളൂ, ഇരുട്ടുന്നതിനു മുൻപേ തന്നെ കാടെത്തണം. മന്നവൻ കാടിനോടും കിങ്ങിണിപ്പൂച്ചയോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് സഞ്ചാരിപ്രാവ് വേഗം തന്നെ വിത്തുകൾ നിറച്ച സഞ്ചിയും കൊത്തി പറന്നു. സഞ്ചാരിപ്രാവ് കൊണ്ടുവന്ന വിത്തുകൾ മിക്കു കുരങ്ങൻ മോഗ കാണാതെ മോഗയുടെ വീടിന്റെ അതിർത്തിയിൽ വിതറി. അത്ഭുതമെന്ന് പറയട്ടെ, വിത്തുകൾ മുളപൊട്ടാൻ തുടങ്ങിയതോടെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മിണ്ടാനും പാടാനും കഴിഞ്ഞു. മോഗയുടെ ദുർമന്ത്രങ്ങൾ ഇനി ഒരിക്കലും തങ്ങളെ ബാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായി. അവർ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു. ആ ചിരിശബ്ദം കേട്ട് മോഗ പെട്ടെന്ന് വീടിന് പുറത്തിറങ്ങി ചുറ്റും കണ്ണോടിച്ചു. പക്ഷികൾ വീണ്ടും പാടുന്നു, മൃഗങ്ങൾ മിണ്ടുന്നു. മോഗയ്ക്ക് അപകടം മണത്തു. തൻ്റെ മന്ത്രങ്ങളുടെ ശക്തി മറുമന്ത്രങ്ങൾ കൊണ്ട് ആരോ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ഇല്ല, അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം മന്ത്രവടി വീശി കഠിന മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. കാൽപാദങ്ങൾ മണ്ണിൽ തറയട്ടെ, കണ്ണിലിരുട്ട് പടരട്ടെ, വഴികൾ പാടെ മറയട്ടെ, ചലിക്കാതെ നിൽക്കു ശില പോലെ, മന്ത്രക്കൂട്ടിൽ കുടുങ്ങു നീ, ഘോര ഘോര കിലു 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 സ്വാഹ. ഇത്തവണ മോഗയുടെ മന്ത്രം ഫലിച്ചില്ല. പക്ഷേ അഹങ്കാരിയായ മോഗ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ വീണ്ടും ദുഷ്ടമന്ത്രങ്ങൾ ജപിച്ചു. അപ്പോഴും ഫലമുണ്ടായില്ല. ദുർമന്ത്രങ്ങൾ പറഞ്ഞത് കാരണം മോഗയുടെ ശക്തി ക്ഷയിച്ചു വന്നു. പെട്ടെന്ന് മോഗയുടെ വീടിന് തീ പിടിച്ചു. ഒന്നും ചെയ്യാനാവാതെ അവൾ ആ തീയിൽ കുടുങ്ങി നോക്കി നിന്നു. മൃഗങ്ങൾ ഇത് കണ്ട് ഓടിയെത്തി. അമ്മനാന തന്റെ തുമ്പിക്കൈയിൽ വെള്ളം കോരി തീയണയ്ക്കാൻ ശ്രമിച്ചു. ഹൂഹു ജിറാഫ് തന്റെ നീളൻ കഴുത്ത് നീട്ടി അരുവിയിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് തീയണയ്ക്കാൻ പാടുപെട്ടു. കാട്ടിലെ സകല മൃഗങ്ങളും പക്ഷികളും തങ്ങളെ കൊണ്ടാവും പോലെ തീയണയ്ക്കാൻ ശ്രമം നടത്തി. അങ്ങനെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവർ ആ തീ അണച്ചു. മൃഗങ്ങളും പക്ഷികളും ചേർന്ന് തൻ്റെ ജീവൻ രക്ഷിച്ചത് കണ്ടപ്പോൾ മോഗയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. മോഗ പറഞ്ഞു, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ദേഷ്യം എപ്പോഴും നമുക്ക് ദോഷമേ ചെയ്യൂ. സ്നേഹവും സഹകരണവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മന്ത്രമെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു. അന്നു മുതൽ മോഗ ദേഷ്യം ഉപേക്ഷിച്ച് മൃഗങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായി മാറി. അതാ നോക്കൂ, പമ്മനാനിയും ഹൂഹു ജിറാഫും ചിരിച്ചു കളിച്ച് മോഗയോടൊപ്പം പറക്കുന്നത് കണ്ടോ? മോഗയുടെ പറക്കും മന്ത്രമാണത്. ഹലും ഗലും 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 പറ 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 പക്ഷിയെപ്പോൾ മേക്കപ്പൊട്ടിൽ തൊട്ടിടാൻ പൊങ്ങുയരു വേഗത്തിൽ ലുങ്കലും ഗലും ഗലും ലുങ്കലും ഗലും ഗലും ലുങ്കലും ഗലും 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 ഗലും